കോടതി വിധികൾക്കപ്പുറം ഇന്നും ഓർക്കപ്പെടുന്ന കൃഷ്ണപ്രിയയും പിതാവ് ശങ്കരനാരായണനും. 2001 ഫെബ്രുവരി 9 മലപ്പുറം ജില്ലയിലെ എളങ്കൂർ എന്ന ഗ്രാമം. സ്കൂളിലേക്ക് പോയ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കൃഷ്ണപ്രിയ സ്കൂൾ കഴിഞ്ഞ് തിരികെ എത്തിയില്ല. തിരച്ചിലുകൾക്കൊടുങ്ങി കണ്ടെത്തിയത് ഒരു ഗ്രാമത്തിന്റെ മനസ്സാക്ഷിയെ നടുക്കിയ ദൃശ്യമായിരുന്നു. കൃഷ്ണപ്രിയ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. പോലീസ് സമഗ്രമായ അന്വേഷണം തുടങ്ങി. അധികം വൈകാതെ തന്നെ അയൽവാസിയായ മുഹമ്മദ് കോയ എന്നയാൾ അറസ്റ്റിലായി. ക്രൂരപീഡനത്തിനും കൊലപാതകത്തിനും പ്രതി ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ ഏതാനും മാസങ്ങൾക്കകം അയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി. മകളുടെ മരണത്തിൽ തകർന്നുപോയ പിതാവ് ശങ്കരനാരായണൻ പ്രതിക്കായി കാത്തിരിക്കുകയായിരുന്നു. അന്ന് ആ ഗ്രാമവീഥികൾ വാർത്ത കേട്ട് വീണ്ടും ഞെട്ടി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്ന പ്രതിയായ മുഹമ്മദ് കോയയെ ശങ്കരനാരായണൻ വെടിവെച്ചു കൊന്നതിനു ശേഷം അദ്ദേഹം സ്വമേധയാ പോലീസിൽ കീഴടങ്ങി. കോടതി വിധി. കേസ് കോടതിയിലെത്തി. മഞ്ചേരി സെഷൻസ് കോർട്ട് ശങ്കരനാരായണനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. നിയമത്തിന്റെ നിലപാട് വ്യക്തമായിരുന്നു. കൊലപാതകം നിയമപരമായി കുറ്റം തന്നെ. എന്നാൽ 2006 കേരള ഹൈക്കോടതി തെളിവുകളുടെ അപാകത ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. കോടതിയുടെ നിരീക്ഷണം മുഹമ്മദ് കോയക്ക് മറ്റു ശത്രുക്കളും ഉണ്ടായിരിക്കാം എന്നതായിരുന്നു. ശങ്കരനാരായണന്റെ പ്രവൃത്തി നിയമപരമായി ഒരു കൊലപാതകമായിരുന്നു. എന്നാൽ ഒരു പിതാവിന്റെ ഹൃദയത്തിൽ മകളുടെ നഷ്ടം ഏതു വിധിയെഴുതും? സമൂഹത്തിൽ രണ്ടഭിപ്രായമുണ്ടായി. ഒരു വിഭാഗം പറഞ്ഞു ശങ്കരനാരായണൻ ചെയ്തത് തെറ്റാണ്. മറ്റൊരു വിഭാഗം പറഞ്ഞു അദ്ദേഹം മകളുടെ അച്ഛനായിരുന്നു. 75ാം വയസ്സിൽ ശങ്കരനാരായണൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണവാർത്ത വീണ്ടും ആ പഴയ അധ്യായം തുറന്നു. കൃഷ്ണപ്രിയ ഒരു ബാലികയുടെ പേര്, ശങ്കരനാരായണൻ ഒരു പിതാവിന്റെ പേര്. നിയമം വിധി പറഞ്ഞു. സമൂഹം മറ്റൊരു വികാരം പ്രകടിപ്പിച്ചു. നീതിയുടെ അതിരുകൾ എവിടെയാണ്? നിയമം കൈകാര്യം ചെയ്യുന്ന നീതിയിലോ, അല്ലെങ്കിൽ വേദനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട പ്രതികാരത്തിലോ? ഈ കഥ ഒരു കേസിന്റെ മാത്രം കഥയല്ല. ഇതൊരു സമൂഹത്തിന്റെ കണ്ണാടിയാണ്. കാലമെത്ര കഴിഞ്ഞാലും ആ കണ്ണാടി തിളങ്ങിക്കൊണ്ടേയിരിക്കും. ഒപ്പം കൃഷ്ണപ്രിയ എന്ന മകളും ശങ്കരനാരായണൻ എന്ന പിതാവും. തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഇതുപോലുള്ള യഥാർത്ഥ സംഭവങ്ങൾ അറിയാൻ ഞങ്ങളെ പിന്തുടരുക.